കേരളം പോലെ ജനസാന്ദ്രതയേറിയ നീളമേറിയ ഒരു സംസ്ഥാനത്തിന് വേഗതയേറിയ ഗതാഗത സംവിധാനം അനിവാര്യമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. നിലവിലുള്ള റെയിൽവേ പാതകളിലെ വളവുകളും സാങ്കേതിക പരിമിതികളും കാരണം ട്രെയിനുകളുടെ വേഗത വർദ്ധിപ്പിക്കുക പ്രായോഗികമല്ല. ഈ സാഹചര്യത്തിലാണ് പിണറായി സർക്കാർ കെയ്റെയിൽ അഥവാ സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ട് വന്നത്. എന്നാൽ പരിസ്ഥിതി ആഘാതവും ഭൂമി ഏറ്റെടുക്കലിലെ പ്രതിസന്ധികളും കാരണം ആ പദ്ധതി അനിശ്ചിതത്വത്തിലായി. ഇതിന് പകരമായി സർക്കാർ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പുതിയ പദ്ധതിയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള റാപ്പിഡ് റെയിൽ. റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം എന്നത് പ്രധാനമായും ഒരു മെട്രോ ട്രെയിനിനും സാധാരണ ദീർഘദൂര ട്രെയിനിനും ഇടയിലുള്ള ഒരു സംവിധാനമാണ്. സാധാരണയായി 100 മുതൽ 150 കിലോമീറ്റർ വരെ ദൂരമുള്ള നഗരങ്ങളെയും പ്രാന്തപ്രദേശങ്ങളെയും ബന്ധിപ്പിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഡൽഹി മീററ്റ് പാത ഇതിനൊരു ഉദാഹരണമാണ്. എന്നാൽ കേരളത്തിൽ ഇത് 500-ലധികം കിലോമീറ്ററിൽ നടപ്പിലാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. മെട്രോമാൻ ഇ ശ്രീധരൻ ഈ പദ്ധതിക്കെതിരെ ഉന്നയിക്കുന്ന പ്രധാന തടസ്സങ്ങൾ ഇവയാണ്. RRTS എന്നത് ചെറിയ ദൂര യാത്രകൾക്കായി വിഭാവനം ചെയ്തതാണ്. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ സംവിധാനം കൊണ്ടുവരുന്നത് അതിന്റെ അടിസ്ഥാന ലക്ഷ്യത്തിന് വിരുദ്ധമാണ്. തിരുവനന്തപുരം, കൊല്ലം അല്ലെങ്കിൽ എറണാകുളം, തൃശൂർ പോലുള്ള ദൂരങ്ങളിൽ ഇത് വിജയിച്ചേക്കാം. എന്നാൽ കാസർഗോഡ് വരെ നീട്ടുന്നത് പ്രായോഗികമല്ല. അതിവേഗ റെയിൽവേ മണിക്കൂറിൽ 300 മുതൽ 350 കിലോമീറ്റർ വേഗത കൈവരിക്കുമ്പോൾ RRTSന് പരമാവധി 160 മുതൽ 180 കിലോമീറ്റർ വേഗതയെ ഉണ്ടാകും. കേരളത്തിന്റെ നീളത്തിനനുസരിച്ച് നോക്കുമ്പോൾ ഈ വേഗത യാത്രക്കാർക്ക് വലിയ ലാഭം ഉണ്ടാക്കില്ലെന്ന് അദ്ദേഹം വാദിക്കുന്നു. സിമ്പിൾ വെസ്റ്റ് എന്നാണ് അദ്ദേഹം ഈ പദ്ധതിയെ വിശേഷിപ്പിച്ചത്. വലിയ തുക ചിലവഴിച്ച് പകുതി വേഗത മാത്രമുള്ള ഒരു സംവിധാനം നിർമ്മിക്കുന്നത് സംസ്ഥാനത്തിന് സാമ്പത്തിക ബാധ്യതയാകും. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ചുള്ള ഒരു പ്രഖ്യാപനം മാത്രമാണിതെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. 100 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയത് കേവലം ഒരു തുടക്കം മാത്രമാണെന്നും യഥാർത്ഥത്തിൽ സ്ഥലം ഏറ്റെടുക്കൽ നടപടികളിലേക്ക് കടക്കുമ്പോൾ സർക്കാർ പിന്നോട്ട് പോകുമെന്നും അദ്ദേഹം സംശയിക്കുന്നു. ഈ ശ്രീധരന്റെ വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിലും പുറത്തും നൽകിയ മറുപടികൾ ശ്രദ്ധേയമാണ്. സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്ര അനുമതി ലഭിക്കാത്തതിനാലാണ് പുതിയ വഴികൾ തേടേണ്ടി വന്നത്. ഈ ശ്രീധരൻ തന്നെ നിർദ്ദേശിച്ച ചില മാറ്റങ്ങളുമായി കേന്ദ്രത്തെ സമീപിച്ചെങ്കിലും റെയിൽവേ മന്ത്രാലയം അനുകൂലമായ നിലപാടല്ല സ്വീകരിച്ചത്. കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ നടപ്പിലാക്കാൻ കഴിയുന്ന പദ്ധതി എന്ന നിലയിലാണ് RRTSനെ സർക്കാർ കാണുന്നത്. റെയിൽവേ മന്ത്രാലയത്തെക്കാൾ നഗരവികസന മന്ത്രാലയം ഇത്തരം പദ്ധതികളെ പിന്തുണയ്ക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്ന നിർബന്ധ ബുദ്ധി സർക്കാരിനുണ്ട്. അതുകൊണ്ടാണ് DPR തയ്യാറാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ 3 തരം റെയിൽവേ പദ്ധതികളെ കുറിച്ചാണ് ചർച്ചകൾ നടക്കുന്നത്. ഹൈസ്പീഡ് റെയിൽ ഇ ശ്രീധരൻ നിർദ്ദേശിക്കുന്നത്. മണിക്കൂറിൽ 350 കിലോമീറ്റർ വേഗത, തൂണുകളിലൂടെയുള്ള പാത. RRTS ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചത്. മണിക്കൂറിൽ 160 മുതൽ 180 കിലോമീറ്റർ വേഗത. ശ്രീധരന്റെ അഭിപ്രായത്തിൽ കേരളത്തിന് ആവശ്യമായ തൂണുകളിലൂടെയോ തുരങ്കങ്ങളിലൂടെയോ പോകുന്ന ഹൈസ്പീഡ് റെയിലാണ്. ഇത് ഭൂമി ഏറ്റെടുക്കൽ കുറയ്ക്കുകയും ഭാവിയിലെ ഗതാഗത ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യും. എന്നാൽ ഇതിന്റെ ഭീമമായ ചിലവാണ് സർക്കാരിനെ പിന്നോട്ട് വലിക്കുന്നത്. ഏത് പദ്ധതി വന്നാലും ഭൂമി നഷ്ടപ്പെടുന്ന സാധാരണക്കാരുടെ ആശങ്കകൾ വലുതാണ്. സിൽവർ ലൈൻ വിരുദ്ധ സമരങ്ങൾ കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കിയിരുന്നു. RRTS പദ്ധതിക്കും വലിയ തോതിൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമെന്നിരിക്കെ ജനങ്ങളെ എങ്ങനെ വിശ്വാസത്തിൽ എടുക്കുമെന്നത് സർക്കാരിന് മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണ്. ഭൂരിഭാഗം ഗതാഗത വിദഗ്ധരും ഈ ശ്രീധരന്റെ സാങ്കേതിക വാദങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട്. കേരളം പോലെ ഒരു വരിയായി നഗരങ്ങൾ വളർന്നു നിൽക്കുന്ന സംസ്ഥാനത്ത് ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പോകുന്നതിന് RRTS പര്യാപ്തമല്ല. എന്നാൽ റെയിൽവേയുമായി ചേർന്ന് നിലവിലുള്ള പാതകൾ നവീകരിക്കുകയോ മൂന്നാമതൊരു പാത നിർമ്മിക്കുകയോ ചെയ്യുന്നത് കൂടുതൽ എളുപ്പമാക്കിയേക്കാം. കേരളത്തിന്റെ റെയിൽവേ വികസനം എന്നത് കേവലം രാഷ്ട്രീയ തർക്കങ്ങൾക്കപ്പുറം നാളെയുടെ ആവശ്യമാണ്. മെട്രോമാൻ ഉയർത്തുന്ന സാങ്കേതിക ചോദ്യങ്ങൾക്ക് വ്യക്തമായി മറുപടി നൽകാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. RRTS ഒരു ശാശ്വത പരിഹാരമാണോ അതോ സിൽവർ ലൈനെതിരെയുള്ള പ്രതിഷേധങ്ങളെ തണുപ്പിക്കാനുള്ള ഒരു താൽക്കാലിക തന്ത്രമാണോ എന്ന് കാലം തെളിയിക്കും. സാങ്കേതിക വൈദഗ്ധ്യവും രാഷ്ട്രീയ ഇച്ഛാശക്തിയും ഒരുപോലെ ഒത്തുചേർന്നാൽ മാത്രമേ കേരളത്തിന് അനുയോജ്യമായൊരു റെയിൽ പദ്ധതി യാഥാർത്ഥ്യമാകൂ.